പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, അന്ത്യദിനത്തിൽ ഈശോയുടെ രണ്ടാം വരവിനെ കുറിച്ചും അതിനു വേണ്ട ഒരുക്കത്തെക്കുറിച്ചുമൊക്കെ ഈശോ ഓർമ്മിപ്പിക്കുന്ന സുവിശേഷ ഭാഗമാണ് ഇന്ന് ഈ വ്യാഴാഴ്ച ദിവസം നമുക്ക് വായിച്ച് ധ്യാനിക്കാൻ തിരുസഭ വിശുദ്ധ കുർബാനയിൽ നൽകിയിരിക്കുന്നത്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 21 അധ്യായം 29 മുതൽ 38 വരെ വാക്യങ്ങൾ. അന്ത്യദിനത്തിൽ ഈശോയെ വേണ്ടതുപോലെ സ്വീകരിക്കാൻ ഇപ്പോൾ മുതൽ എങ്ങനെ ഒരുങ്ങണമെന്ന് ഈശോ സ്വന്തം മാതൃകയിലൂടെ നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിലൂടെ കാണിച്ചു തരുന്നു. അന്ത്യദിനത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈശോ സൂചന നൽകിയിട്ട് ഈശോ എന്ത് ചെയ്തു എന്ന് പറയുന്നു. അത് നമ്മൾ എങ്ങനെയാ അന്ത്യദിനത്തിന് വേണ്ടി ഒരുങ്ങണം എന്നുള്ളതിന്റെ സൂചനയാണ്. അവൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. രാത്രിയിൽ അവൻ പട്ടണത്തിന് പുറത്തുപോയി ഒലിവുമലയിൽ വിശ്രമിച്ചു. അതാണ് ഈശോ ചെയ്ത കാര്യങ്ങളുടെ, ഈശോയുടെ പ്രവർത്തനത്തിന്റെ ഒരു സംഗ്രഹമായി സുവിശേഷം പറയുന്നത്. തന്റെ ജോലികളും കടമകളും നന്നായി നിർവഹിച്ചും പ്രാർത്ഥനയിലൂടെ പിതാവിനോടുള്ള ബന്ധം എപ്പോഴും പുലർത്തിയും ഈശോ നമുക്ക് ഈ കാര്യത്തിൽ മാതൃക നൽകുന്നു. വിശ്രമിച്ചു എന്ന് ഈശോ പറഞ്ഞത് ഉറങ്ങി എന്ന അർത്ഥത്തിലാവില്ല ഒരുപക്ഷെ. പിതാവിനോടുള്ള പ്രാർത്ഥനയിൽ, പിതാവുമായുള്ള ബന്ധത്തിൽ ഈശോ രാത്രികൾ ചിലവഴിക്കുന്നു. പലപ്പോഴും മറ്റവസരങ്ങളിൽ നമ്മൾ അത് കാണുന്നുണ്ട്. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പും മറ്റവസരങ്ങളിലുമൊക്കെ ഈശോ ഒറ്റയ്ക്കൊരു മലയിലേക്ക് പിൻവാങ്ങി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈശോയുടെ വിശ്രമങ്ങൾ, പിതാവിന്റെ മടിത്തട്ടിൽ ഒരുപക്ഷെ തലവെച്ചുള്ള ഉറക്കം, അത് പ്രാർത്ഥന തന്നെയാണ്. നമ്മുടെ കാര്യവും ഇതുപോലെ തന്നെയാണ് നമ്മളും ചെയ്യേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കടമകൾ നന്നായി നമ്മൾ നിർവഹിച്ച്, നമ്മുടെ ജോലികൾ നമ്മൾ നന്നായി ചെയ്ത്, ഒപ്പം പ്രാർത്ഥനയിലൂടെ ദൈവവുമായി ബന്ധവും പുലർത്തുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ അന്ത്യദിനത്തിനു വേണ്ടി സദാസമയം ഒരുങ്ങിയിരിക്കുന്നവരായി മാറും എന്ന് ഞാൻ കരുതുന്നു. വിശുദ്ധ ഡൊമിനിക് സാവിയോയെ കുറിച്ച് ഉള്ള ഒരു കഥ ഇതാണ്. വളരെ ചെറുപ്പത്തിലെ ഈ ലോകത്തിൽ നിന്ന് മരിച്ച് ദൈവസന്നിധിയിലേക്ക് പോയ ഒരു വലിയ വിശുദ്ധൻ. അദ്ദേഹം ഒരിക്കൽ മറ്റു കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ആത്മീയ പിതാവ് ഒന്ന് ചോദിച്ചു, ഇപ്പോൾ ഈശോ വരികയും ലോകാവസാനം സംഭവിക്കുകയും ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓരോ കുട്ടികളും ഓരോ മറുപടി പറഞ്ഞു. ഒരാൾ പറഞ്ഞു ഞാൻ പോയി ഉടനെ കുമ്പസാരിക്കും, ഒരാൾ പറഞ്ഞു ഞാൻ പോയി മാതാപിതാക്കളെ കാണും, ഒരാൾ പറയും ഞാൻ പേടിച്ചു കരയും. ഡൊമിനിക് സാവിയോ പറഞ്ഞു, ഞങ്ങൾ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കളിച്ചുകൊണ്ട് തന്നെ നിൽക്കും. കാരണം ഞാൻ എപ്പോഴും ഈശോയെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളാണ്. നമുക്കും അത്തരം ഒരു മനസ്സാണ് ഉണ്ടാവേണ്ടത്. ഇന്ന് തിരുസഭയിൽ നമ്മൾ വളരെ പ്രത്യേകമായി വിശുദ്ധ മദർ തെരേസയെ, നമ്മുടെ നാട്ടിൽ നിന്നുള്ള വലിയ വിശുദ്ധയെ മദർ തെരേസയെ അനുസ്മരിക്കുന്ന ദിവസമാണ്. മദർ തെരേസയും ഇപ്രകാരം തന്നെ ഈശോ കാണിച്ചു തന്ന ഈ മാതൃക തന്നെ തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ വ്യക്തിയുമാണ്. മദർ തെരേസയെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, അവര് എല്ലാ ദിവസവും രാവിലെ 1 മണിക്കൂർ സമയം ദിവ്യ കാരുണ്യം എഴുന്നള്ളിച്ചു വെച്ച് പ്രാർത്ഥിച്ച് ഈശോയോടുകൂടി ആയിരുന്നു. പിന്നീട് വിശുദ്ധ ബലി അർപ്പിച്ച് അതിൽ പങ്കുചേർന്ന് അങ്ങനെ ദൈവവുമായുള്ള ബന്ധം പുലർത്തി പകൽ സമയം മുഴുവൻ രോഗികളെ ശുശ്രൂഷിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടു. ജോലിയും പ്രാർത്ഥനയും ഒരുമിച്ച് കൊണ്ടുപോയപ്പോൾ മദർ തെരേസയുടെ ജീവിതം വിശുദ്ധമായി മാറി. ദൈവം എപ്പോൾ വിളിച്ചാലും, ദൈവം എപ്പോൾ വന്നാലും ദൈവത്തെ സ്വീകരിക്കാൻ തക്ക രീതിയിൽ ഒരുങ്ങിയിരിക്കാൻ സാധിച്ചു. നമുക്കും അപ്രകാരമായിരിക്കാനായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ ജോലികളും കടമകളും ഉത്തരവാദിത്തങ്ങളും ആത്മാർത്ഥമായി സത്യസന്ധമായി നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന സമയങ്ങളിൽ ചെയ്യാനും, ബാക്കി സമയങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയും നല്ല ജീവിതവും വഴി ദൈവത്തോട് നിരന്തരമായ ബന്ധം പുലർത്താനും സാധിച്ചാൽ ഏത് നിമിഷവും ജാഗരൂകതയോടെ ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരുക്കത്തോടുകൂടി ആയിരിക്കുവാനും അങ്ങയെ എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുവാനും വരുന്ന സമയത്ത് സന്തോഷത്തോടെ അങ്ങയെ സ്വീകരിക്കാൻ തക്ക വിധം ഞങ്ങളുടെ ജീവിതം വാക്കുകളിലും ചിന്തകളിലും പ്രവർത്തനങ്ങളിലും മനോഭാവങ്ങളിലും വിശുദ്ധമായിരിക്കുവാനും ഞങ്ങളെ എപ്പോഴും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.